നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞോ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പ്രത്യേകിച്ച് എന്ത് പറയാനാ വിനയ? അച്ഛൻ ചീരുവിനെ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകുന്നു നിനക്കറിയാവുന്ന കാര്യമല്ലേ? പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ആർക്ക് തടസ്സമൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാലും ഇത്രയും ദൂരം പോയി നിൽക്കേണ്ട കാര്യം ഉണ്ടോന്നും കൂടി എല്ലാവരും ആലോചിക്കണം. എന്റെ വീട്ടിലാണെങ്കിൽ ഞാനും അമ്മയും മാവനും മാത്രമല്ലേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് കൂടുതൽ സൗകര്യം ഏതാണെന്ന് മാത്രം നോക്കിയാ പോരെ ഇവർക്ക്? നിങ്ങളെങ്കിലും ഒന്ന് അച്ഛനോട് പറ. എനിക്ക് അവരെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് സന്തോഷമേ ഉള്ളൂ. ചീരുവിനെ എന്റെ അമ്മ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പരിചരിക്കുകയും ചെയ്യും. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം വിനേട്ട. പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നു തോന്നില്ല. ചീരു ചേച്ചിയുടെ ആഗ്രഹവും പഞ്ചരത്നത്തിലേക്ക് പോണെന്ന് തന്നെയാ. ശരി, എന്റെ ഇഷ്ടത്തിനും തീരുമാനത്തിനൊന്നും ഇപ്പൊ ഒരു വിലയില്ലല്ലോ. എല്ലാരും എന്ത് തീരുമാനിക്കുന്നു അതുപോലൊക്കെ തന്നെ അങ്ങ് നടക്കട്ടെ. പക്ഷെ എന്റെ മോനെ കാണാനുള്ള അവസരം എനിക്കുണ്ടായാൽ മാത്രം മതി. ശരി വിനയ, എന്നാ ഞങ്ങൾ പോട്ടെ, നമുക്ക് കാണാം. ശരി, ഓക്കെ, വാ. ശരി, പോയിട്ട് വരാം. ഒരു കാര്യം എന്റെ അടുത്ത് പറയാത്ത എന്താ ഇവര്? അമ്മയ്ക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തില്ലേലും അമ്മ ഇതെല്ലാം ചെയ്യിപ്പിച്ച ഹർഷയ്ക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് ഞാൻ ഇന്ദ്രേട്ടനോട് പറയും. അവളും കൂടെ ഗൂഢാലോചനയിൽ പങ്കാളിയാ. അമ്മ അനുഭവിക്കുന്ന അതേ ശിക്ഷ അവളും അനുഭവിക്കണം. ഹർഷയുടെ പങ്കുകൂടി പോലീസ് അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ട പോലീസ് അത് അന്വേഷിക്കുമെന്നും അഴി എണ്ണേണ്ടി വരുമെന്നും ഹർഷയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ അവളിപ്പോ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത്. ഹലോ, ഹർഷിച്ചയില്ലേ? അതെ, ആരാ? ഞാൻ സോനയാ. സോന, സുശീലാന്റിയുടെ മോള് സോനയാണോ? അതെ, ഞാൻ ചേച്ചിയെ കാണാൻ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. ചേച്ചി അവിടെ ഉണ്ടാവില്ലേ? അയ്യോ, ഞാനിപ്പോ അവിടെ ഇല്ല, ഞാൻ പുറത്താ. ഞാൻ വേണമെങ്കിൽ സോനയുടെ വീട്ടിലോട്ട് വരാം. ഓ, അത് വേണ്ട. ഞാൻ മറ്റാരും അറിയാതെയാ ചേച്ചിയെ കാണാൻ വേണ്ടി വരുന്നേ. അമ്മയെക്കുറിച്ച് സംസാരിക്കാനാണോ സോനെ? ആ, അതെ. ചേച്ചി ഫോണിൽ പറഞ്ഞാൽ ശരിയാവില്ല. ചേച്ചി എപ്പോ എത്തും? ഞാൻ വീട്ടിൽ വെയിറ്റ് ചെയ്യാം. അയ്യോ, അത് വേണ്ട. സോന ഇപ്പൊ എവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. ഞാനിപ്പോ ടൗണിലെ ജംഗ്ഷൻ പാസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ബീച്ചിന്റെ അടുത്ത് ഞാൻ നിൽക്കാം. ചേച്ചി അങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ ബീച്ചിന്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വന്നോളാം. ആ, ശരി ചേച്ചി. ചേട്ടാ, ആ ബീച്ചിന്റെ അവിടേക്ക് പോകുന്നിടത്ത് നിർത്തിയാ മതിയേ. ശരി. ആ, വയ്യെങ്കിലും ചേച്ചി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ അങ്ങനെയാ സോനെ. പരമാവധി ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ എനിക്കിഷ്ടം. ഞാൻ ഈ അവസ്ഥയിൽ സുശീലാന്റിക്കൊപ്പം വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ. അതെ, അമ്മയുടെ നല്ല കാലത്ത് എല്ലാവർക്കും അമ്മയെ വേണം. അമ്മയൊന്ന് വീണപ്പോ ആരും ഇല്ലാതായി. ചേച്ചിയും കൂടെ അല്ലേ അമ്മയെ കൊണ്ട് എല്ലാം ചെയ്യിച്ചേ. എന്നിട്ട് അമ്മ ജയിലിലായ ശേഷം